യൂറോ കപ്പിൽ പന്തുരുളാനായി കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം. യൂറോയ്ക്ക് മുൻപായുള്ള അവസാന സൗഹൃദ മത്സരത്തിൽ അയർലൻഡിനെ തകർത്ത ആത്മവിശ്വാസവുമായാണ് പോർച്ചുഗൽ ജർമ്മനിയിലേക്ക് വരുന്നത്. സൂപ്പർ താരം ക്രിസ്ത്യാനോ ഇരട്ട ഗോളുമായി തിളങ്ങിയതും പറങ്കിപ്പടയ്ക്ക് ആശ്വാസം നൽകുന്നതാണ്. തുടർച്ചയായി 21 വർഷവും രാജ്യത്തിനായി ഗോൾ നേടുന്ന താരമായും റൊണാൾഡോ മാറി. 2004 മുതൽ ഇതുവരെ എല്ലാ വർഷവും താരം പോർച്ചുഗലിനായി സ്കോർ ചെയ്തിരുന്നു. 39-ാം വയസ്സിൽ അവസാന യൂറോ കളിക്കുന്ന റോണോയെ തേടി അത്യപൂർവ റെക്കോർഡാണ് കാത്തിരിക്കുന്നത്. നിലവിൽ 5 യൂറോ കപ്പ് വീതം കളിച്ച സ്പെയിൻ മുൻ ഗോൾ കീപ്പറും നായകനുമായ ഐക്കർ കസിയസിനൊപ്പം 1-ാം സ്ഥാനം പങ്കിടുകയാണ് റൊണാൾഡോ. 2004, 2008, 2012, 2016, 2020 യൂറോ കപ്പുകളിലാണ് ക്രിസ്ത്യാനോ ഇതിനോടകം കളിച്ചത്. 2024 ഇറങ്ങുന്നതോടെ 6 യൂറോ കപ്പ് കളിക്കുന്ന ആദ്യ താരമായി റൊണാൾഡോ മാറും. ഇതോടൊപ്പം യൂറോ കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളും ക്രിസ്ത്യാനോയുടെ പേരിലാണ്. 14 ഗോളുകളാണ് ഇതിനകം റോണോ സ്വന്തമാക്കിയത്. 2016 ശേഷം 2-ാം യൂറോ കപ്പ് കിരീടമെന്ന സ്വപ്നവുമായാണ് പോർച്ചുഗൽ ഇറങ്ങുന്നത്. ഇത്തവണ യൂറോ ഫേവറേറ്റുകളായ പോർച്ചുഗൽ, തുർക്കി, ജോർജിയ, ചെക്ക് റിപ്പബ്ലിക് ടീമുകൾക്കൊപ്പം ഗ്രൂപ്പ് എഫിലാണ്. റൂബൻ ഡിയാസ്, ബെർണാഡോ സിൽവ, ബ്രൂണോ ഫെർണാണ്ടസ്, ഡിയാഗോ ഡാലോട്ട് എന്നിവരെല്ലാം പോർച്ചുഗലിന് കരുത്താകുന്നു. യൂറോപ്പിലെ ഏറ്റവും മികച്ച മധ്യനിരയുള്ള ടീമാണ് പോർച്ചുഗൽ. റാഫേൽ ലിയാവോ, ഗോൺസാലോ റാമോസ്, യാവോ ഫെലിക്സ് എന്നിവർ മുന്നേറ്റത്തിലും നെവസ്, പലീനിയ, റൂബൻ നവാസ്, വിറ്റീനിയ തുടങ്ങി നിരവധി ഓപ്ഷനുകളാണ് പരിശീലകൻ റോബർട്ടോ മാർട്ടിനസിന് മുന്നിലുള്ളത്. ചെക്ക് ടീമിനെതിരെ ജൂൺ 19-നാണ് പോർച്ചുഗലിന്റെ യൂറോ കപ്പിലെ ആദ്യ മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.